ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കൊടുക്കാം. ഇന്ന് നിഫ്റ്റി ചെറിയ വീഡിയോ ആണ് വീണ്ടും ഉണ്ടായത്. 0.27% ഫോൾ കണ്ടു. 71 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 26,178 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 74 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആണ് കണ്ടത്. 60,118 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 117 പോയിൻറ്റ്സ് കുറഞ്ഞ് 61,148 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,887 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 10.01 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വോളറ്റിലിറ്റി ഇന്ന് കുറവായിരുന്നു. സെൻസെക്സ് 85,063 ക്ലോസ് ചെയ്തപ്പോൾ 376 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,749 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ചെറിയ തോതിൽ സെല്ലിംഗ് തുടരുകയാണ്. 107 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് അപ്പോൾ 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 28,922 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 200 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 35,849 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,945 ക്ലോസ് ചെയ്തപ്പോൾ 93 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 120 പോയിൻറ്റ്സ് ഉയർന്ന് 53,561 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 49,950 ക്ലോസ് ചെയ്ത് 271 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 115 പോയിൻറ്റ്സ് കുറഞ്ഞ് 9611 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 37,977 ക്ലോസ് ചെയ്തപ്പോൾ 206 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 15 പോയിൻറ്റ്സ് കുറഞ്ഞ് 1456 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 11,524 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 213 പോയിൻറ്റ്സ് കുറഞ്ഞ് 12,000 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 23,126 ക്ലോസ് ചെയ്തപ്പോൾ 383 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 8790 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 3 പോയിൻറ്റ്സ് കുറഞ്ഞ് 914 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,054 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,801 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 1 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,178 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ 11.36% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തിന് മുമ്പ് കഴിഞ്ഞാൽ ജനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,178 നിൽക്കുമ്പോൾ 0.19% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റൽ 3.74% റാലി നടത്തി. ICICI ബാങ്ക് 2.89% റാലി നടത്തി. HDFC ലൈഫ് 2.44%, ടാറ്റ കൺസ്യൂമർ 2.39%, സൺഫാർമ 1.81%, ബജാജ് ഫിനാൻസ് ഓട്ടോ 1.72%, HUL 1.70%, ONGC 1.60%, SBI 1.33% and TCS 1.23% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിയാൽ ട്രെൻഡ് എന്ന് 8.63% നല്ലൊരു ഇടിവ് കണ്ടു. റിലയൻസ് 4.47% ഫോൾ കണ്ടു. ITC 2.07%, കോട്ടക് മഹീന്ദ്ര 2.03%, ഇന്റർഗ്ലോബ് 1.96%, HDFC ലൈഫ് 1.57%, അദാനി പോർട്സ് 1.33%, TMPV 1.24%, പവർ ഗ്രിഡ് 1.14% ആൻഡ് ഇറ്റേണൽ 0.98% ഫോളോ കണ്ട്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യ എന്ന് ആനുവൽ GDP ഡേറ്റ വരുന്നുണ്ട് 7th ജാനുവരിക്ക്. USA നിന്ന് നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.